നമസ്കാരം. പ്രധാന വാർത്തകൾ. കുണ്ടള ഡാമിലെ ഷട്ടറുകൾ ഇന്ന് രാവിലെ 11-ന് തുറക്കും. ജാഗ്രതാ നിർദ്ദേശം. ഡാമിന്റെ ഷട്ടർ 50 സെന്റിമീറ്റർ വീതം ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുക്കും. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി കുണ്ടള ഡാമിലെ 2 ഷട്ടറുകൾ ഇന്ന് രാവിലെ 11-ന് തുറക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഡാമിന്റെ ഷട്ടർ 50 സെന്റിമീറ്റർ വീതം ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുക്കും. ശനിയാഴ്ച വരെ പരക്കെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇതേ തുടർന്ന് കുണ്ടളയാറിലെ നിലവിലെ ജലനിരപ്പ് 30 മുതൽ 70 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കളക്ടർ മുന്നറിയിപ്പിൽ പറഞ്ഞു. കുണ്ടളയാറിലെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമുണ്ട്. ബീച്ച് പരിസരങ്ങളിൽ ഹാഷിഷ് ഓയിൽ വിൽപ്പന. 2 യുവാക്കളെ അറസ്റ്റ് ചെയ്തു. ചാവക്കാട് ബീച്ച് പരിസരങ്ങളിൽ 800 ഗ്രാം ഹാഷിഷ് ഓയിൽ വിൽപ്പന നടത്താനെത്തിയ 2 യുവാക്കളെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചാവക്കാട് കടപ്പുറം വട്ടേക്കാട് രായമരക്കാർ വീട്ടിൽ അബ്ദുൾ ലത്തീഫിന്റെ മകൻ മുഹസിൻ, വട്ടേക്കാട് അറക്കൽ വീട്ടിൽ സെയ്ദ് മുഹമ്മദ് മകൻ മുദസ്സിർ എന്നിവരെയാണ് ചാവക്കാട് SHO വി വിമലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. തൃശൂർ റേഞ്ച് DIGയുടെ ഉത്തരവ് പ്രകാരം ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ TS സിനോജിന്റെ നേതൃത്വത്തിൽ നടന്ന കോമ്പിംഗ് ഡ്യൂട്ടിയോടനുബന്ധിച്ച് നടന്ന പരിശോധനയ്ക്കിടെയാണ് മയക്കുമരുന്നുമായി പ്രതികൾ പിടിയിലായത്. അബുദാബി ശക്തി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. TK രാമകൃഷ്ണൻ പുരസ്കാരം സംവിധായകൻ ഷാജി N കരുണിന്. 25,000 രൂപയും പ്രശസ്തി ഫലകവുമാണ് ശക്തി പുരസ്കാരം. TK രാമായണൻ പുരസ്കാരം 50,000 രൂപയാണ്. ഗ്രേസി രചിച്ച ഗ്രേസിയുടെ കുറുംകഥകൾ, മഞ്ജു വൈഖരിയുടെ ബോധിദാഭ, ശ്രീകാന്ത് താമരശ്ശേരിയുടെ കടൽ കടന്ന കറിവേപ്പുകൾ, ജാനമ കുഞ്ഞുണ്ണിയുടെ പറയാതെ പോയത്, കാളിദാസ് പുതുമനയുടെ നാടകപഞ്ചകം, ഗിരീഷ് കളത്തിലിൻ്റെ ഒച്ചയും കാഴ്ചയും, ദിവാകരൻ വിഷ്ണുമംഗലത്തിൻ്റെ വെള്ള ബലൂൺ, ഡോക്ടർ രതീഷ് കളിയാടൻ്റെ കുട്ടിക്കൂട ഉഷാറാണ്, മീനമ്പലം സന്തോഷിൻ്റെ വേദി ജനകീയ നാടകം രംഗാനുഭവ പഠനം, പ്രൊഫസർ V കാർത്തികേയൻ്റെ ചരിത്ര പഠനവും സമൂഹവും എന്നിവയ്ക്കാണ് പുരസ്കാരം. വിദേശത്ത് നിന്നും തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയയാളെ തട്ടിക്കൊണ്ടുപോയി. വിദേശത്ത് നിന്ന് തിരുവനന്തപുരത്ത് വന്നയാളെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. സ്വിഫ്റ്റ് കാറിലെത്തിയ 3-അംഗ സംഘമാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോയത്. ഇന്ന് രാവിലെ വിദേശത്ത് നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി ഓട്ടോറിക്ഷയിൽ കയറി യാത്ര ചെയ്യുമ്പോഴായിരുന്നു തമിഴ്നാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയത്. സ്വിഫ്റ്റ് കാറിലെത്തിയ സംഘം ശ്രീകണ്ഠേശ്വരത്ത് വെച്ച് ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോയെന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ പോലീസിനെ അറിയിച്ചത്. യാത്ര ചെയ്തയാൾ ആരാണെന്നോ ആക്രമണത്തിന്റെ പിന്നിലെ ഉദ്ദേശമെന്തെന്നോ വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ബെപ്കോ മദ്യവിൽപ്പനശാലകൾ നാളെ പ്രവർത്തിക്കില്ല. സംസ്ഥാനത്തെ ബിവറേജസ് കോർപ്പറേഷൻ മദ്യവിൽപ്പനശാലകൾ നാളെ പ്രവർത്തിക്കില്ല. സ്വാതന്ത്ര്യദിനം പ്രമാണിച്ചാണ് അവധി. കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാലകളും ബാറുകളും തുറന്നു പ്രവർത്തിക്കും. പതിവ് ഡ്രൈ ഡേയ്ക്ക് പുറമെ തിരുവോണം, റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യദിനം എന്നിവയ്ക്കും ബെപ്കോയ്ക്ക് അവധിയാണ്.